നമസ്കാരം. അപ്പോൾ നമ്മുടെ ഫാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാം. ഫാമല്ല, വീട്ടിൻ്റെ ടെറസിൻ്റെ പക്കത്ത് ചെയ്യുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ്. നമ്മുടെ ഒരു ഹോബിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് ഡാമേജ് ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൊരു പൗണ്ട് പോലെ റെഡിയാക്കി എടുത്തേക്കണേണ്. അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു 2-3 ബാച്ചിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്തോനേഷ്യൻ ലൈനായ റെഡ് HMPKയുടെ കുഞ്ഞുങ്ങളാണെല്ലാം. അത്യാവശ്യം ഒരു 1.5-2 മാസമായ സൈസുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ ഫീഡൊക്കെ കൊടുത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എടുക്കാം. ഫീഡൊക്കെ കൊടുത്തിട്ടേക്കനെയാണ്. അതാണ് ആ വയറൊക്കെ നല്ലോണം തള്ളി അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. റെഡ് HMPK ഉണ്ടോ, ഇന്തോനേഷ്യൻ ലൈനാണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഒരു 10-500ഓളം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണും. വീടിൻ്റെ പുറത്താണ്, ഔട്ട് സൈഡാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ടെറസിൻ്റെ പക്കത്തായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഇട്ട് നമ്മുടെ വാർത്തിട്ട് ചെയ്തിട്ടുണ്ട്, ടാങ്കുകൾ പോലെ. ഇങ്ങനത്തെ നമ്മൾ ഒരു 12 ടാങ്കോളം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബീറ്റാ ഫിഷിന് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ ഡാമേജുകളോ അല്ലെങ്കിൽ ചത്തൊന്നും പോകണമെന്നില്ല. ഇത് നമ്മൾ അവതാർ HMPKയുടെ ഇതും ഇന്തോനേഷ്യൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയതിൻ്റെ കുഞ്ഞുങ്ങളാണ്. മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 മ്യൂട്ടേഷൻ ആയി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഇനി മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ലൈൻ തന്നെയാണെന്നാണ് പറഞ്ഞത് നമ്മൾ എടുത്തത്. ഇത് നമ്മുടെ ഗോൾഡൻ ഡെമ്പോൻ്റെ സൂപ്പർ ഡെമ്പോൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത്. ഇതും അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എടുത്തതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ബോട്ടിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് കോമൺ ആയിട്ട് ഇട്ടേക്കണ നമ്മൾ ബ്ലൂ ഡെമ്പോ ഉണ്ട്, സലമാൻഡർ ഡെമ്പോ, പിന്നെ അവതാർ HM ഉണ്ട് കേട്ടോ. അവതാർ HM അതുകൂടാതെ തന്നെ ബ്ലാക്ക് കോപ്പർ ഗോൾഡില്ലേ, അതും ഉണ്ട് അതിനകത്ത്. ഇപ്പുറത്ത് ടാങ്കിൽ കുറച്ച് വൈറ്റിൻ്റെ ഡെമ്പോയറിൻ്റെ കുറച്ച് കളക്ഷൻ നമ്മുടെ ഉണ്ട്. അതുകൂടാതെ ചെറിയൊരു സെറ്റപ്പ് നമ്മുടെ ബ്രൂഡിനെയൊക്കെ നമ്മൾ എടുത്ത് ഗ്രൂം ചെയ്യാൻ വേണ്ടിയും എല്ലാത്തിനൊക്കെ വെച്ചേക്കണ ഒരു സ്പേസാണിത്. നമ്മൾ ഈ അടുത്ത് മോളീസിനെ കൂടി ചെയ്യാൻ വേണ്ടി കുറച്ച് മോളീസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോളീസാണ് അത്യാവശ്യം ബ്രീഡിങ്ങൊക്കെ ആവാറായിട്ടുണ്ട്. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലിരിക്കുകയാണ്. ഇത് ഗ്രിൻഡൽ ബാമാണ് കേട്ടോ. ഗ്രിൻഡൽ ബാമ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. അത്യാവശ്യം 35 രൂപ ഉള്ളൂ തോന്നും, മാർക്കറ്റിലൊക്കെ കിട്ടും. ബിരിയാണിക്ക് പാർസൽ ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഇതിനകത്താണ് നമ്മൾ ബാക്കിയുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യണത്. ഇത് കൂടാതെ വേറെ ബോട്ടിലാക്കി കഴിക്കണ വേറൊരു സെക്ഷനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് എടുത്തേക്കണതാണ്. ഇന്തോനേഷ്യൻ അല്ല, വിയറ്റ്നാമിൽ നമ്മൾ എടുത്തേക്കണത്. അത്യാവശ്യം നല്ല സാധനമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അയൺമാനാണ്. അതും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടാണ്, ബ്രീഡ് ചെയ്തിട്ടില്ല, ബ്രീഡ് ആക്കാൻ പോകണുള്ളൂ. അപ്പോൾ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട്